ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് നിരാശയുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ സിനിമത്തെ അകത്തുള്ള ജീവിതം വളരെ കുറവായിരിക്കും സത്യം പറഞ്ഞാൽ. ഞാൻ അഭിനയിക്കാത്ത ഒരുപാട് സംവിധായകരുണ്ട്. കൂടാതെ പിറക്കുന്ന ചിലയിനം കിളികളുണ്ട്. ചിറകുകൾ അലങ്കാരമാണ് അവയ്ക്ക്. അബദ്ധത്തിൽ യജമാനനോ അലിവ് തോന്നി വേലക്കാരനോ വാതിൽ തുറന്നു വെച്ചാലും പറന്നു പോകാത്തവ. ഇർഷാദിനൊരു അനിയത്തി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ആ അനിയത്തി സിനിമയിൽ ഇതുപോലെ പോകണം എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവർ ഈ നെഗറ്റീവ് പറയുന്നതുകൊണ്ടാണല്ലോ നമ്മൾ അവരുടെ മുമ്പിൽ വിജയിപ്പിച്ച് കാണിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. സിനിമയുടെ ഇങ്ങനെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് പോവാൻ വേണ്ടി അപ്പോൾ നമുക്ക് പോവാം. നമ്മളിവിടെ എങ്ങനെ പോകും? നമ്മൾ പോകുന്നു. രാത്രി സിനിമയും കഴിഞ്ഞിട്ട് ഞങ്ങൾ KSRTCയിൽ തൂങ്ങി പിടിച്ചിട്ട് വയർത്തൊട്ടിയ മനുഷ്യന്മാരുടെ കൂടെ ഇങ്ങനെ പോയിട്ട് നെയ്യാറ്റിക്കരയിൽ നിന്ന് ഇറങ്ങും. അന്നൊന്നും ഈ സാൻഡ്വിച്ചോ ബർഗറോ ഒന്നും നമ്മുടെ നാട്ടിലില്ല. പക്ഷെ നമ്മളൊന്ന് കഴിക്കായിരുന്നു. പഴവും ബ്രെഡും മേടിച്ചിട്ട് നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ പഴം തിരികെ വെച്ചിട്ട് പിന്നീട് അതിൻ്റെ പേര് സാൻഡ്വിച്ച് എന്നൊക്കെ ആയിരുന്നു. ഇനി എനിക്ക് എത്തിയോട് ഉറങ്ങാം. ചിലപ്പോൾ എൻ്റെ ഭാര്യ പറയില്ലായിരിക്കും കേട്ടോ. കേച്ചേരിയിൽ നിന്നൊരു ഇച്ചാലി നടന്ന് മലയാള സിനിമയിൽ കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് 30 വർഷം കഴിഞ്ഞു. അത് മറ്റാരുമല്ല, കവിതയെ പ്രേമിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, നിറയെ സുഹൃത്തുക്കളുള്ള നടൻ ഇർഷാദ് അലി. ഹ്യൂമൻ ആർക്കൈവ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേച്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ നമ്മളെ ഭൂമിശാസ്ത്രത്തിൽ. പിന്നെ കേച്ചേരി എന്ന് പറഞ്ഞുള്ള ആ വില്ലേജ് ഇരിക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഷൊർണൂരിലേക്കും ചെറുതുരുത്തിയിലേക്കുമൊക്കെ എത്തിപ്പെടാൻ എളുപ്പമുള്ള ഒരു സ്ഥലത്താണ് ജനിച്ചു വളർന്നത് അല്ലേ. അപ്പം സിനിമാ മോഹമായിട്ട് അവിടേക്ക് ഇങ്ങനെ എത്തിപ്പെടാൻ അന്ന് പറ്റുമായിരുന്നു. കാരണം മദ്രാസിൽ നിന്ന് നമ്മൾ സിനിമ അപ്പോഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്ന ഒരു കാലം കൂടിയാണത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു തോന്നുന്നുണ്ടോ? എൻ്റെ കോടമ്പക്കം എന്ന് പറയുന്നത് ഞാൻ ഷൊർണൂരിനൊക്കെയാണ്, ചെറുതുരുത്തിയൊക്കെയാണ്. എനിക്ക് വളരെ എളുപ്പമാണ് അവിടുന്ന് വടക്കാഞ്ചേരി നേരെ ഷൊർണൂർ. ഒരു 35 കിലോമീറ്ററിനുള്ളിൽ എനിക്ക് വീട്ടിൽ നിന്ന് കയറി പറ്റുന്നത്. എനിക്കവിടെ താമസവും ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ, എൻ്റെ ചേട്ടൻ തന്നെ പറയാം, എൻ്റെ ഷാഹുൽ എന്ന് പറയുന്ന എൻ്റെ ഒരു ഇക്കുണ്ട്. ഇക്ക അവിടെ KSCBയിൽ കൊളപ്പുള്ളി KSCBയിൽ എഞ്ചിനീയറായിരുന്നു. അപ്പോൾ അവിടെ ഒരു വീടുണ്ട്. ആ പുള്ളിയാണ് ചില്ലറയും മേടിക്കാം. ഇത്തയും റംല എന്ന് പറയുന്ന ഇത്തുണ്ട്. ഇത്താടെ എന്നൊക്കെ പൈസ മേടിച്ചിട്ട് നമുക്ക് ലൊക്കേഷനിലേക്ക് തണ്ടാം. വൈകുന്നേരം കഴിഞ്ഞ് തിരിച്ചു വരാം. ഷൊർണൂർ TBയിൽ പോകാം, ചെറുതുരുത്തിയിൽ പോകാം, ഒറ്റപ്പാലത്ത് പോകാം, എല്ലാ ലൊക്കേഷനിൽ പോകാം. അതൊരു വലിയ സാധ്യത തന്നെയായിരുന്നു കേട്ടോ ശരിക്കും. അല്ലെങ്കിൽ ഞാൻ പണ്ടൊക്കെ ഒരു 100-200 രൂപ കയ്യിൽ എങ്ങനെയെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് ആലപ്പുഴ പോയിട്ട് ഫാസിൽ സാറിനെ കാണാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. 1-2 തവണ പോയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് വിളിച്ചു ചോദിക്കാനോ ഒന്നും സാധ്യതകളൊന്നും. അവിടെ ചെല്ലുമ്പോൾ പറയുന്നു സാറ് മദ്രാസിലാണെന്ന് പറയുമ്പോൾ തിരിച്ചു പോരുക. പിന്നെ ആ പൈസ കഴിഞ്ഞല്ലോ, പിന്നെ അടുത്ത എപ്പോഴെങ്കിലും ആണല്ലോ അത്ര പൈസ വരുന്നത്. അങ്ങനെ സാധ്യതകൾ തുറന്നു തരാൻ ഷൊർണൂർ ഇപ്പോൾ ലോഹിയേട്ടനൊക്കെ ആയിട്ടുള്ള സൗഹൃദം ഉണ്ടാക്കാനൊക്കെ. ഞാൻ ചോദിക്കട്ടെ ഇർഷാദിന് ഏറ്റവും എളുപ്പം അന്ന് സാധ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഗൾഫ് പോകാനായിരുന്നില്ലേ അല്ലേ? അന്നത്തെ നമ്മുടെയൊക്കെ തലമുറയിലുള്ള എല്ലാവരും, പ്രത്യേകിച്ച് ആണുങ്ങൾ ആദ്യം ചെയ്യുന്നത് ഗൾഫിൽ പോകാൻ, പ്രത്യേകിച്ചും ഭയങ്കര ഗൾഫ് ബൂം ഉണ്ടായിരുന്നൊരു കാലമാണ്. എങ്ങനെ പിടിച്ചു നിന്നു? അതൊരു വലിയ ചോദ്യമാണ്. ഞങ്ങളുടെ മുസ്ലിം അത് പിന്നെ ഞങ്ങളുടെ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു ഗൾഫ് മലയാളികൾ ആദ്യകാലങ്ങളിൽ പോയ ഗൾഫിലേക്ക് പോയ ആൾക്കാരുള്ള മലയാളക്കാരുണ്ടായിരുന്നു. അങ്ങനെ പ്രവാസികളുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലമായിരുന്നു. ആ സ്ഥലത്ത് ഉപ്പ മരിച്ചിട്ട് 40 വർഷമായി. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത ഒരു അവസരം. ഉമ്മ എന്ന് പറയുന്നത് അടുക്കളയിൽ നിന്ന് അപ്പുറത്തെ വീട്ടിൽ ജമീലത്താനെ കാണാൻ, അല്ലെ മൈമുനത്താനാണെങ്കിൽ ജമീലത്താനെ കാണാനോ അല്ലെ അമ്മിണിച്ചിനെ കാണാനൊക്കെ പോകാന്നല്ലാണ്ട് അതിലപ്പുറത്തേക്കൊരു ലോകം. ഈ കൂടോടെ പറക്കുന്ന ചില കിളികളാണ് അവരൊക്കെ. അവർക്ക് ചിറകൊന്നുമില്ല, അല്ലെങ്കിൽ ചിറകുണ്ടെങ്കിൽ തന്നെ അലങ്കാരാവുന്നൊരു കമറുദ്ദീനാമയത്തിൻ്റെ ഒരു കവിതയുണ്ട്, കേട്ടിട്ടുണ്ടോ? അതിങ്ങനെയാണ്, കൂടോടെ പറക്കുന്ന ചിലയിനം കിളികളുണ്ട്, ചിറകുകൾ അലങ്കാരമാണ് അവയ്ക്ക്. അബദ്ധത്തിൽ യജമാനനോ അലിവ് തോന്നി വേലക്കാരനോ വാതിൽ തുറന്നു വെച്ചാലും പറന്നു പോകാത്തവ. നമ്മളവരെ
എളുപ്പത്തിൽ സൈനബ, റുക്കിയ, ഫാത്തിമ, നബീസക്കുട്ടി എന്നൊക്കെ നീട്ടി വിളിക്കാറുണ്ടെന്ന് പറയുന്നത്. അങ്ങനൊരു ഉമ്മയാണ് എൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഞാൻ പറയാം, സിനിമ എന്ന് പറയുന്നത് പോലും ഹറാമാക്കപ്പെട്ടൊരു ഫാമിലി, വാക്ക് പോലും. അപ്പോൾ ഈ 5 നേരം നിസ്കരിക്കുന്ന ഉമ്മ പറയുന്ന വാക്കെന്ന് വെച്ചാൽ അവൻ്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. സിനിമയിൽ വലിയ വളർച്ച ആ സിനിമ പിന്നെ പക്ഷെ നമ്മ കുട്ടിക്കുപ്പായൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഉമ്മ അങ്ങനെ സിനിമ 1-2 സിനിമകളൊക്കെ കണ്ടതായിട്ട് എനിക്ക്. വേറെ നേരെ ഉമ്മയുടെ ചേച്ചി ഉണ്ടായിരുന്നു, മുത്തുമ്മ എന്ന് പറയും. മുത്തുമ്മൊക്കെയാണ് ഭയങ്കര രസമുള്ള. മുത്തുമ്മീനെ കുറിച്ച് ആ വീട് നിന്ന് മുത്താപ്പ മിലിറ്ററിയിലായിരുന്നു, നേരത്തെ മരിച്ചുപോയി, ഉപ്പ പോയി. അപ്പോൾ മുത്തുമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ചേച്ചി തന്നെയാണ്. അങ്ങനെയുണ്ട് ഒരു കണക്ഷൻ. ഉമ്മയുടെ നേരെ ചേച്ചിനെ ഉപ്പാടെ ചേട്ടനും ഒരു ജ്യേഷ്ഠനും 5-നും ജ്യേഷ്ഠത്തിന് 5-നും കല്യാണം കഴിച്ചുള്ള. അതിലാണ് ഞാൻ ഈ പറഞ്ഞ ഷാവുക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ് ജീവിക്കുന്നത് തന്നെ. അപ്പോൾ മൂത്തുമ്മയാണ് ലീഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ മൂത്തുമ്മയിൽ ആ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിനിമയ്ക്ക് വേണ്ടി ബിസ്മിയിൽ വേഗം ഇറങ്ങിക്കോ എന്നൊക്കെ പറയുന്ന ഒരു മൂത്തുമ്മ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ മരുന്ന് മേടിച്ചു കൊടുത്താൽ മാത്രം, മൂത്തുമ്മക്ക് 6 മക്കളുണ്ട്, പക്ഷെ ഞാൻ മരുന്ന് മേടിച്ചു കൊടുത്താൽ മാത്രം മൂത്തുമ്മ മരുന്ന് കഴിക്കുള്ളൂ, ബാക്കി ആരും വിശ്വാസമില്ല. അങ്ങനെയുള്ള കുറേ. ഞാൻ ഇപ്പോൾ ആ സമയത്തൊക്കെ സീരിയലിൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ മോന് ഷൂട്ടിങ്ങിന് പോകണം, അയ്യോ എൻ്റെ മരുന്ന് റാൻഡം കഴിഞ്ഞിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ ആ റാൻഡൊക്കെ റാൻഡൊക്കെ കഴിഞ്ഞ് നീ അന്ന് മേടിച്ചായെന്ന് പറഞ്ഞ് അത് ഞാൻ മേടിച്ചു. അങ്ങനെ അപ്പോൾ വീട്ടിലങ്ങനെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഞാൻ സെൽഫ് മെയ്ഡാന്ന് പറയുന്നതിൻ്റെ കാര്യം എനിക്കറിയാം. അപ്പോൾ എൻ്റെ ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് എൻ്റെ ഇഷ്ടം എന്താണ് അങ്ങനെ പോട്ടെ. അപ്പോൾ അവർക്കും ഇളയ മകനായിരുന്നു. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ 6 പേരുണ്ടായിരുന്നു. ഒരു ചേട്ടൻ മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ 4ാമത്തെ ആയിരുന്നു. താഴെ എൻ്റെ 2 പേരുണ്ട്, ഒരു അനിയനുണ്ട്, ഒരു അനിയത്തിയുണ്ട്. എനിക്ക് മേലെ 3 പേരുണ്ടായിരുന്നു. 2ാമത്തെ ആൾ മരിച്ചു പോയത് 16ാമത്തെ വയസ്സിൽ പുള്ളി മരിച്ചു പോയി. അപ്പോൾ പിന്നെ അങ്ങനെ ഫോഴ്സ് ചെയ്യാനോ, അപ്പോൾ വീട്ടിലൊരു കാർന്നവരൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ഈ ഗൾഫിൽ പോകണമെന്ന്. പിന്നെ ചെറുപ്പം മുതലേ നാടകം, അല്ലെങ്കിൽ വീട്ടിൽ ചേട്ടനൊക്കെ നാടകം കളിക്കുമായിരുന്നു. അപ്പോൾ ഈ കല എന്ന് പറയുന്നത്, അതുപോലെ തന്നെ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു വീട്ടിൽ. ഞങ്ങൾ തറവാട്ടിൽ കുറേ മൂത്ത ജ്യേഷ്ഠൻ സാധിക്കുക എന്ന് പറയുന്നതൊക്കെ കുറേ പുസ്തകങ്ങൾ വാങ്ങുമായിരുന്നു പണ്ട് മുതലേ. നോവലുകൾ. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ മറ്റേ ദേശത്തിൻ്റെ കഥയും തെരുവിൻ്റെ കഥയൊക്കെ നമ്മൾ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് നമ്മൾ കളിക്കാൻ പോകില്ല, സ്കൂളിട്ട് വന്നാൽ പുസ്തകം വായിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു പിന്നെ ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും കൂടി ചേർന്നിട്ടൊരു പുസ്തകമൊക്കെ ഉണ്ട്, സാന്ധ്യതാരകം എന്നുള്ള പേരിലൊരു കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു. അപ്പോൾ എവിടുന്നാണ് അത് അങ്ങനെ ഇൻസ്പയർ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാനതിൽ കവിത അതെ മാസിക എന്നൊക്കെ പറയുമെങ്കിലും ഒരു കൊല്ലത്തിൽ ഒരെണ്ണമൊക്കെ ഉള്ള 2-3 ഇറങ്ങിയത് എൻ്റെ ഓർമ്മയുണ്ട്. എല്ലാ വീട്ടിലെല്ലാം ഓരോരുത്തർ ലേഖനങ്ങൾ എഴുതി, കഥ ചെയ്ത് ഞാനതിൽ കവിത ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു എവിടെയൊക്കെ ഒരു സാധനം കലയുമായിട്ട് സംസ്കാരിക ഒക്കെ ആയിട്ട് ബന്ധം ഉണ്ടാവും. അതുകൊണ്ട് അവനങ്ങനെയാണ് നടക്കുകയാണെങ്കിൽ പോട്ടെ, അവനതിൽ രക്ഷപ്പെടാൻ രക്ഷപ്പെട്ട് ആർക്കും ആരോടൊരു വേറെ ഫോഴ്സ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അങ്ങനെയായിരിക്കാം എനിക്കൊക്കെ ഗതികേടിൽ പലപ്പോഴും ഗൾഫിൽ പോകേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ മറികടക്കുക എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ തോക്കെടുത്ത് ചൂണ്ട, അല്ലെങ്കിൽ വീട്ടിൽ ഫാദർ വന്നിട്ട് നീ അത് പോകണം എന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ ഫോഴ്സായിട്ട് ഉമ്മ ഒന്നും പറയില്ല. ഉമ്മക്ക് അങ്ങനെ, ഉമ്മ ഒരു പാവം ഉമ്മ, അങ്ങനെ ആരും ഫോഴ്സ് ചെയ്യാത്തതുകൊണ്ട് ദുബായി പോയില്ല എന്നുള്ളത് മാത്രം. അല്ലെങ്കിൽ ഞാൻ പ്രവാസിയാവണ്ട, സിനിമയിലായില്ലെങ്കിൽ എന്താവുമെന്നുള്ള ചോദ്യത്തിൽ ഒരു ഉത്തരവുള്ളൂ, പ്രവാസിയാവുമായിരുന്നു അല്ലേ. ഞാൻ വെറുതെ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. അതായത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ അതെ അതെ. പിന്നെ ഈ ഇർഷാദിനൊരു അനിയത്തി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ആ അനിയത്തി സിനിമയിൽ ഇതുപോലെ പോകണം എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാനങ്ങനെ വ്യക്തികള് അതല്ല, ഇർഷാദ് എന്ത് ചെയ്യും എന്നുള്ളതല്ല ഞാൻ ചോദിച്ചു. പൊതുവായിട്ട് ആ സമൂഹത്തിൽ നിന്ന് അയ്യോ ഒരു രക്ഷയുണ്ടാവില്ല. ഞാൻ തന്നെ പോകുമ്പോൾ തന്നെ ആളുകൾ എന്തുമാത്രം ഒരു പണിക്കും പോവില്ല എന്ന് പറഞ്ഞ് അവരൊക്കെ പക്ഷെ നമുക്ക് ഭയങ്കര പോസിറ്റീവായിരുന്നു വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അവർ ഈ നെഗറ്റീവ് പറയുന്നതുകൊണ്ടാണല്ലോ നമ്മൾ അവരുടെ മുമ്പിൽ വിജയിപ്പിച്ച് കാണിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ ആ കാലത്ത് ഇവർ പോസിറ്റീവാണെന്ന് ചിന്തിച്ചൊന്നുമില്ല. ഇപ്പം നമ്മൾ എല്ലാം തമാശയായിട്ട് എടുക്കുമ്പോൾ
അവരങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഇവരെന്നെ എന്നെ ചീത്ത പറയണത്. ഇപ്പം അവരൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന, ആ സമൂഹം മനസ്സിൽ വിചാരിക്കുന്ന, ഇപ്പോൾ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ റീച്ച് ചെയ്തു എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ അവരുടെയൊക്കെ ഒരു മനസ്സിൽ ഒരു 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 വ്യക്തിയെക്കുറിച്ച് കേരളത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എന്താണ്? ഒരു വലിയ കാർ ഉണ്ടാവണം, ഒരു വലിയ വീട് ഉണ്ടാവണം, അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉണ്ടാവണം, ഇതൊക്കെയാണല്ലോ ഒരു വ്യക്തി വിജയിച്ചു എന്നുള്ളതിന് എനിക്ക് അറിയില്ല. ഞാനതിൻ്റെ കണക്കെടുപ്പ്, ഞാൻ സത്യത്തിൽ ജീവിതത്തിൽ കണക്കെടുപ്പില്ലാത്ത ഒരു മനുഷ്യനാണ്. എത്ര സിനിമ ചെയ്തെന്ന് ചോദിച്ചാൽ വിക്കിപീഡിയക്കാരെന്താ പറയണത് അതാണ് എൻ്റെ കണക്ക് അല്ലാതെ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ബേജാറായില്ല. അത് അങ്ങനെ ബേജാറായി കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ വെറുതെ കളയാന്നുള്ളതാണ് എൻ്റെ രീതി. അല്ലെങ്കിൽ അതിലൂടെയൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോറാവും. നമുക്ക് ഇഷ്ടം പോലെ വേറെ 24 മണിക്കൂർ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നില്ല. ഒരു പക്ഷേ ഇപ്പോഴും ആളുകൾ ചിലപ്പോൾ പുച്ഛിക്കുന്നുണ്ടാവാം, അവരുടെയൊക്കെ മമ്മൂട്ടിയാവണമെന്നാണ്. മമ്മൂട്ടിയാവാൻ ഇറങ്ങി തിരിച്ചവരാണല്ലോ. അപ്പോൾ മമ്മൂട്ടിയൊന്നും ആയില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഹാപ്പിയാണെന്നുള്ളത് അവരടുത്ത് പറഞ്ഞു, ഞാൻ ഹാപ്പി ആയിട്ടാ എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഈ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും വേണമെങ്കിൽ ഈ പറയാൻ സാധനങ്ങളില്ല. കച്ചേരി അങ്ങാടിയിൽ അല്ലെങ്കിൽ കച്ചേരി സെൻറ്ററിൽ ഒരു പുതിയ ബിൽഡിങ് കെട്ടിയിട്ടില്ല ഞാൻ, വലിയ മാളിക പണിതിട്ടില്ല. അപ്പം അതൊക്കെ ചിലപ്പോൾ അതൊക്കെ കാണാം, എപ്പോഴും രക്ഷപ്പെട്ടൊന്നുമില്ല, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിമുട്ടി പോവാണ്. സത്യം തന്നെയാണ്, സത്യം അതാണെങ്കിലും അവരെ ആ ഹാപ്പിയുടെ കാര്യത്തിലാണത്. നമ്മൾ എന്തിൽ നിന്ന് ഹാപ്പിനെസ് കണ്ടെത്തുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സിനിമയ്ക്കകത്ത് ജീവിക്കുന്ന സമയത്ത് ഞാനും അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് എനിക്കറിയാം അത്ര എളുപ്പമല്ല അത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പകരം എന്തോ ഒന്ന് ഇപ്പുറത്തുള്ളത് കൊണ്ടാണല്ലോ നമുക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളെ ഫില്ല് ചെയ്യുന്ന, നമ്മളെ മനസ്സിനെ ഫില്ല് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇപ്പുറത്ത് ഇർഷാദിനുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാമോ? ഞാൻ സിനിമത്തെ അകത്തുള്ള ജീവിതം വളരെ കുറവായിരിക്കും സത്യം പറഞ്ഞാൽ. ഞാൻ അഭിനയിക്കും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത കുറേ സിനിമ സുഹൃത്തുക്കളുണ്ട്, അവരുടെ കൂടെ സംസാരിക്കും, അല്ലെങ്കിൽ സിനിമയുടെ ബഹളങ്ങളിലൊന്നും എന്നെ എവിടെയും കാണാറില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടെങ്കിൽ അത് ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനോടുള്ള അങ്ങനെയുള്ള പരിപാടി, അല്ലാതെ ഈ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ പരിപാടികളിലൊന്നും ഞാനങ്ങനെ അവാർഡ് നൈറ്റിന് പോവുക അല്ലെങ്കിൽ അതിൻ്റെ അവിടെ ബഹളത്തിൽ ഒന്നും ഞാൻ മാക്സിമം എനിക്ക് അങ്ങനെ ആൾക്കൂട്ടത്തിനോട് അത്ര. പിന്നെ നമ്മൾ ആവശ്യമുള്ളിടത്തേക്ക് ഞാൻ പോവാറുള്ളൂ. അതാണ് എൻ്റെ ഒരു, ഞാൻ മസ്റ്റാണ് അവിടെ, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നാൽ എനിക്കവിടെ ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അവിടെ റിസീവിങ് നല്ല രീതിയിൽ കിട്ടും എന്ന് തോന്നുന്നിടത്ത് ഞാൻ പോകുള്ളൂ. ഇടിച്ച് കയറി എന്നിട്ട് ആൾക്കൂട്ടത്തിൽ ഒരാളാവാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാമറ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ട്, ഞാൻ പറഞ്ഞാൽ സൗഹൃദങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ. അവരായിട്ട് യാത്ര പോവുക, അവരുമായിട്ടുള്ള ഒരു ദിവസം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ചിലപ്പോൾ സുഹൃത്തുക്കളോടായിരിക്കാം. പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട്, വായനയുണ്ട്, കവിതയുണ്ട്. അപ്പം അങ്ങനെ പോവാം. എനിക്ക് എല്ലാവർക്കും 24 മണിക്കൂർ വിധിച്ച് തന്നിട്ടുണ്ട്. എനിക്ക് 24 മണിക്കൂർ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടം പോലെ. പണ്ട് പക്ഷേ പിന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നൊരു ഇച്ചാലി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അതല്ല, സിനിമയുടെ ലോകവുമായി കണക്റ്റഡ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സിനിമ നടക്കുന്നിടത്തേക്ക് ഞാനും അതിൻ്റെ ഭാഗമാവണം എന്ന് പറഞ്ഞ് അതിപ്പോഴുണ്ട്. അത് ചാൻസ് വയ്ക്കലല്ലേ, അതിപ്പോഴുണ്ട്. അതൊക്കെ ചാൻസ് വയ്ക്കൽ പരിപാടികൾ, അല്ലെങ്കിൽ നമ്മൾ സിനിമക്കാരെ പോയി കാണുക, അതൊക്കെ ഇപ്പോഴും അത്യാവശ്യം ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു കേട്ടില്ലേ, ഞാൻ എൻ്റെ വീട്ടുകാരോട് ചോദിച്ചു ബാക്കിയെല്ലാം ചാൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന ഈ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ 1-2 പേരെ, കാരണം ഞാൻ അഭിനയിക്കാതെ, ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഷൈജു കാലത്തിനാണ് ഞാൻ വിളിച്ചത്. ഷൈജു കാലത്തിനാണ് ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ, എനിക്ക് വേഷമില്ലാഞ്ഞിട്ടോ സിനിമയില്ലാഞ്ഞിട്ടോ അല്ല, നിങ്ങളെ കൂടെ ഒക്കെ വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഷൈജു ഒരു സിനിമയിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞത്. ഇതാണ് എൻ്റെ. അതെല്ലാം സൗഹൃദത്തിന്റെ ലോകത്ത് നിന്നുള്ള ആൾക്കാരെയാണോ കോണ്ടാക്ട് ചെയ്യുക, നേരത്തെ വർക്ക് ചെയ്തവരെ? അല്ലെങ്കിൽ ഷൈജുനായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടേ ഇല്ല, പക്ഷെ എനിക്കറിയാം, എന്നെ അറിയാം. ഇപ്പോൾ വിളിച്ചാൽ ഫോൺ എടുത്തിട്ട് എന്ത് ഷാദിക്കാന്ന് ചോദിക്കാം. അപ്പോൾ ഞാൻ അൻവർ റഷീദിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, അമൽ നീരദിൻ്റെ കൂടെ ആഷിഖിനെ വിളിച്ചു. അപ്പോൾ ആഷിഖിനൊക്കെ വിളിച്ചിട്ട് ഞാൻ ആഷിഖ്
എനിക്കൊരു പടം ചെയ്യണ്ട എന്നും ഞാൻ പറയും, ചോദിക്കും. അത് നമ്മളൊരു ആഗ്രഹം. അപ്പം സിനിമ അവരെ കൂടെ, അവരൊക്കെ സിനിമയിൽ നല്ല രസകരമായ സിനിമകൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ കൂടെ ഇതുവരെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമുണ്ട്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിലുണ്ടെങ്കിലും ഞാൻ അഭിനയിക്കാത്ത ഒരുപാട് സംവിധായകരുണ്ട്, എന്നെ അഭിനയിപ്പിക്കാത്ത ഒരുപാട് സംവിധായകർ, അല്ലെങ്കിൽ എന്നെ ഉൾപ്പെടുത്താത്ത, അല്ലെങ്കിൽ അവർക്ക് അത് ഓപ്ഷൻസ് ആട്ടോ. ഞാൻ ഒരാൾ ഇപ്പം എന്തുകൊണ്ട് നിങ്ങൾ അവരെന്നെ അവഗണിക്കുന്നു എന്നുള്ളൊരു ചിന്തയെ എൻ്റെ ഉള്ളിൽ വരുന്നില്ല. കാരണം അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ സൗഹൃദ വലയത്തിലോ എനിക്ക് പകരം ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ആവറേജ് ആക്ടറാണെന്നുള്ള നല്ല ബോധ്യമുണ്ട് എനിക്ക്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉള്ളപ്പോൾ അവരുടെ എന്തൊക്കെയായാലും നമ്മൾ കംഫർട്ട് സോണിൽ ഇരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അവരുടെ കംഫർട്ട് സോണിലുള്ള ആർട്ടിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വിളിക്കുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്യാം, എനിക്കൊരാഗ്രഹമുണ്ട് നിങ്ങളുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്യണം, നിങ്ങളുടെ ഒരു രീതികൾ എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അത് പൈസ ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ സിനിമ അയ്യോ ഞാൻ നിരാശ ഇനി എന്താ ചെയ്യുക ഒരു വേഷമെങ്കിൽ അങ്ങനെയല്ല ഏട്ടാ. അങ്ങനെ ചോദിച്ച കാലത്ത് നിന്ന് ഞാൻ മാറിയിട്ട് അങ്ങനെ മാറി. ഇപ്പം എനിക്ക് സിനിമ അത്യാവശ്യം സിനിമ വരുന്നുണ്ട്. ഇനി നല്ല സിനിമകൾ, നല്ല നമ്മൾ വർക്ക് ചെയ്യാത്ത സംവിധായകരോട് വർക്ക് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടെത്തുന്നത്. അപ്പോൾ അത് അയച്ചാലി ഇപ്പോഴും ഉണ്ട്, അയച്ചാലി പരിച്ചു വിട്ടത് അയച്ചാലി ഉണ്ട് അല്ലേ. ഹാപ്പിയാണോ ജീവിതത്തിൽ? ഭയങ്കര ഹാപ്പി. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഹാപ്പിനെസ്? എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് നിരാശ ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നെ കാണുന്ന ആളുകൾ അയ്യോ നിങ്ങളുടെ കരിയറിൽ ഇങ്ങനെയല്ലല്ലോ എത്തേണ്ടതെന്നൊക്കെ എന്നോട് പലരും ചോദിക്കാറുണ്ട്. ആളുകൾ ഞങ്ങൾ ഒരു ഇതിൽ നിങ്ങളുടെ ഹൈറ്റ് ഇതായിരുന്നില്ല. പക്ഷെ ഞാൻ എന്നോട് തന്നെ പറയും, നീ ഇത്രയെങ്കിലും എത്തിയില്ലേ, അതെന്നെ വലിയ ഭാഗ്യം. അവരെ ഞാൻ എനിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് അത്രയും ഫീലിങ്സൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ എത്തേണ്ടതെടുത്ത് എത്തിയോ എന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ പിറകോട്ട് നോക്കും. എൻ്റെ കൂടെ അഭിനയിക്കാൻ 30 വർഷം മുമ്പ് എൻ്റെ കൂടെ, ഞാൻ 30 വർഷമായി സിനിമയിൽ, 30 വർഷം മുമ്പ് എൻ്റെ കൂടെ ചാൻസ് ചോദിക്കാൻ നടന്നിരുന്ന ആളുകൾ ഇപ്പോഴും ചാൻസ് ചോദിക്കുന്നുണ്ട്. എന്നെ വിളിച്ച് ചോദിക്കടാ, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടാ, നിൻ്റെ പടത്തിൽ എന്തെങ്കിലും വേഷം ചെയ്യുന്ന. അപ്പോൾ അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഞാൻ ഭയങ്കര രക്ഷപ്പെട്ടൊരു മനുഷ്യനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എല്ലാവർക്കും സൂപ്പർ സ്റ്റാർ ആവാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ആദ്യം ബോധ്യം ഉണ്ടാവും. പിന്നെ എനിക്ക് ലിമിറ്റേഷനൊക്കെ മീൻസ് എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾക്കിപ്പോൾ ഭയങ്കര കാറ്, എൻ്റെ ലക്ഷറി എന്ന് പറയുന്നത് ഒരു കാറാണ് എൻ്റെ ലക്ഷറി. ഞാൻ ചിലപ്പോൾ പേപ്പർ വിരിച്ചൊക്കെ കൊടുക്കും. പക്ഷേ കാറും എനിക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ക്രൈസാണ്. എനിക്കറിയില്ല അത് എങ്ങനെയാണ് അങ്ങനെ ഉള്ളിൽ വന്നതെന്നറിയില്ല, അതുണ്ടാവും. അതല്ലാതെ ഇപ്പം ചില ആളുകളുണ്ടല്ലോ, ഇന്ന് സിനിമയിൽ വരുന്നു, നാളെ BMW എടുക്കുന്നു, മറ്റൊന്ന് മറൈൻ ഡ്രൈവിൽ ഫ്ലാറ്റ് മേടിക്കുന്നു, അതൊക്കെയുണ്ട്. അങ്ങനൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല വേഷങ്ങൾ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, അവരോട് കൂടെ ഇങ്ങനെ ചില്ല് ചെയ്യുക, ഹാപ്പി. അങ്ങനെയൊക്കെ ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്. ഇർഷാദിനെ ശ്രദ്ധിക്കുന്നത് പടം ഒരു വിലാപത്തിലൂടെയാണ്. അപ്പം എനിക്ക് ആ റസാഖിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അങ്ങോട്ട് ഭയങ്കര നന്നായി അഭിനയിച്ചില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് ആ വെറുപ്പ് തോന്നിക്കത്തക്ക രീതിയിൽ അഭിനയിക്കാൻ പറ്റി എന്നുള്ളതാണല്ലോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അഭിനയത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിൽ നാടകം ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഞാൻ അതിൻ്റെ ഞങ്ങൾ കഴിഞ്ഞ ഒരു സിനിമയിൽ ദൃശ്യം 3 അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്തഫ ഉണ്ടായിരുന്നു, നമ്മുടെ ഡയറക്ടർ മുസ്തഫ ഒരു വർഷത്തിൽ കോഴിക്കോട് ക്യാമ്പ് വെക്കാറുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം ക്യാമ്പ് വരുമ്പോൾ എന്നെ വിളിക്കണം. ഏതൊരു മനുഷ്യൻ്റെ പേര് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ഒരു പുള്ളിയുടെ ആശാനാണെന്ന് എന്തോ പറഞ്ഞു, ഒരു ഡൽഹിയിൽ നിന്ന് എവിടുന്ന് വരുന്നു ഒരു കൃഷി, ആ കൃഷിയൊക്കെ ചേർന്നിട്ട് പുള്ളിക്കാൻ. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പോഴും നാടകം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ കുറേ നാടകം കളിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസം തന്നെയാണ്. പിന്നെ ഒരുപാട് സ്ട്രീറ്റ് പ്ലേ കളിച്ചിട്ടുണ്ട് ഞാൻ, തെരുവ് നാടകങ്ങൾ ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ട്. അതൊരു വലിയ നല്ല ട്രെയിനിങ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അത് എന്തും ആവണമല്ലോ, നമുക്കൊരു ഇന്ന ഫോർമാറ്റ് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ തെരുവിൽ എങ്ങനെ വേണമെങ്കിലും കളിക്കാം. കോൺഫിഡൻസോടുകൂടി ഒരു സ്പേസിൽ ചലിക്കാൻ അറിയാം അല്ലേ? അത് ആ ഒരു ആത്മവിശ്വാസത്തിൽ അതാണ് ആകെ ഉണ്ടായിരുന്ന കൈമുതൽ എന്ന് പറയാറുണ്ടായിരുന്നത്.
അതാണ് ട്രെയിനിങ് എന്ന് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മൾ കുറേ നാടകം കളിച്ചതിൻ്റെയോ അല്ലെങ്കിൽ തെരുവ് നാടകം കളിച്ചതിന് ഇപ്പോൾ DYFIക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് തെരുവ് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ട്രെയിനിങ് ആണെങ്കിൽ അങ്ങനെ ഒരു ട്രെയിനിങ്ങിൽ ഞാൻ ഭാഗമായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു സിനിമ നമ്മൾ വളരെ പോപ്പുലറായിട്ടുള്ള നമ്മൾ ഗംഭീരമായി ചെയ്തു എന്ന് ആ കാലത്ത് വിചാരിച്ച പടം പിന്നീട് കുറേ കാലം കഴിഞ്ഞ് കാണാറുണ്ടെങ്കിൽ നമുക്ക് തോന്നുമോ, പിന്നെ ഷാദിന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ആ ഭാഗങ്ങൾ ഞാൻ കുറച്ചും കൂടി എനിക്ക് ഇപ്പോഴായിരുന്നെങ്കിൽ ഞാൻ കുറേ കൂടി ഡിഫറെൻ്റായി അത് ചെയ്തേനെ എന്ന്? ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ നമ്മൾ ചെയ്ത ഇൻ്റർവ്യൂ പോലും രണ്ടാമതൊന്ന് കാണാൻ ആഗ്രഹിക്കാത്തൊരു രണ്ടാമതല്ല. ഇത് ഇനി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിത് ഇങ്ങനെ കാണണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കേൾക്കണമെന്ന് വെച്ചാൽ ഞാൻ കേൾക്കില്ല. എനിക്ക് അങ്ങനെ സത്യത്തിലത് ഞാൻ ഹാപ്പി അല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അയ്യോ എന്തൊക്കെ ഇയാൾ പറഞ്ഞു എന്നുള്ളൊരു തോന്നലുണ്ടാവും. മറ്റുള്ളവരാരെങ്കിലും വിളിച്ചിട്ടിടാ, ആരെങ്കിലും കേട്ടിട്ടോ പറയും, ഇങ്ങനെ സ്ഥലത്ത് ഉണ്ടായി, നല്ല രസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഹാപ്പി. അല്ല, എനിക്കത് കാണാനുള്ള ടെൻഷനല്ല, എന്തോ ഒരു ചമ്മല, നമ്മളിങ്ങനെ ഭയങ്കര എക്സ്പോസ്ഡ് ആയി അല്ലേ. അപ്പം അതുകൊണ്ട്, പക്ഷെ മറ്റത് അങ്ങനെയല്ല കേട്ടോ. ഞാൻ ചോദ്യത്തിലേക്ക് വരാം. എത്രയോ സിനിമ, എല്ലാ സിനിമകളും വേണമെങ്കിൽ പറയാം, എല്ലാ സിനിമകളും വേണം പറയും. ലാസ്റ്റ് ചെയ്ത സിനിമ പോലും കാണുമ്പോൾ അയ്യോ ഇതങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് എന്ന് ഇപ്പോഴും തോന്നാറുണ്ട്. അത് കഴിഞ്ഞ പോയ സിനിമയല്ല. ഇപ്പോൾ ഞാൻ പെണ്ണ് കേസിൽ ഞാൻ ഒരു അപ്രോച്ച് ചെയ്യുന്നൊരു സീനുണ്ട്. നിഖില വിമലിനെ മുട്ടൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ വിൽ യു മാരി മീ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാധനം. ഞാനത് സീൻ കണ്ടപ്പോൾ അയ്യോ ഇതിങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, കുറച്ചുകൂടി അത് ആ സിനിമയിൽ ബാക്കിയൊന്നും കുഴപ്പമില്ലാതെ പോയിട്ട് എനിക്ക് ആ സീനിനോട് അത്ര ഹാപ്പി ആയിരുന്നില്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ സിനിമകളിലും എനിക്കത് തോന്നാറുണ്ട്. അപ്പോൾ ആ സമയത്ത് സംവിധായകനും ക്യാമറമാനും ഒക്കെ അല്ലെങ്കിൽ ഞാനും മോണിറ്റർ നോക്കിയിട്ട് ഇത് കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നീടുള്ള എൻ്റെ ചിന്തകളിൽ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലും എനിക്ക് തോന്നുന്നൊരു കാര്യം അതാ ഞാൻ അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറഞ്ഞു ഞാനവിടെ ആവറേജ് ആക്ടറാണെന്ന് പറഞ്ഞത്. അത് ഓഡിയൻസും കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഭയങ്കര വിനയത്തോടെ പറയുന്നതല്ല, അത്യാവശ്യമായിട്ട് പറഞ്ഞു. പിന്നെ നമ്മളിപ്പം സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് പിന്നെ നാടകത്തിൽ നിന്ന് വ്യത്യാസമുള്ളതാണല്ലോ ഈ ഒരു മീഡിയം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡയറക്ടറുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ക്യാമറ ആംഗിൾ എല്ലാം ബാധിക്കും നമ്മൾ അഭിനയത്തിന്. എന്നാലും ചില ഡയറക്ടേഴ്സിൻ്റെ അപ്രോച്ച് കൊണ്ട് നമുക്ക് ആ മൊമെൻറ്റ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഭയങ്കര ഒരു കംഫർട്ടിങ് ആയിട്ടുള്ള ഒരു ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ട് പറയാമോ? ഡയറക്ടറുടെ ഇടപെടൽ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ ഓക്കെ പറയുന്ന ഒരാളോട് എനിക്ക് ശരിയായില്ല ഒന്നും കൂടി ചെയ്യണമെന്ന് പറയുന്നിടത്താണ് ചിലപ്പം കറക്റ്റായിരിക്കും ഡയറക്ടർ. അങ്ങനെ എല്ലാവരും എല്ലാ ഷോട്ടിനും പറയണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യകാലങ്ങളിൽ പ്രിയനൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആ രീതിയിൽ പറയുമായിരുന്നു. അതിലെനിക്ക് ഈ പുതിയ കാലത്ത് എന്നെ കൂടുതൽ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംവിധായകനായിരുന്നു വെച്ചാൽ തരുൺമൂർത്തിയാണ്. അത് നിങ്ങൾ ഭയങ്കര വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം കാണാനുണ്ട് അല്ലേ? എല്ലാവരുടെ ആക്ടിങ്ങിലും ആ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. തരുണ് ബേസിക്കലി ഒരു കഥകളി ആർട്ടിസ്റ്റും കൂടി ആയതുകൊണ്ട് നല്ല ട്രെയിനറാണ് അല്ലേ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പോൾ അവൻ ആഗ്രഹിക്കുന്ന സാധനം കിട്ടുന്നവരെ ചെയ്യിപ്പിക്കും. ഞാൻ തരുൺമൂർത്തിയുടെ ആ ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് 8 ടേക്ക് 9 ടേക്കൊക്കെ ചില ഷോട്ട്. ഓപ്പറേഷൻ ജാവയിൽ നിങ്ങൾ ഗംഭീരമായിട്ട് അഭിനയിച്ചു. അത് എൻ്റെ എല്ലാ കഴിവും, അത് തരുൺമൂർത്തിയുടെ. കാരണം മറ്റേ ഞാൻ നോർമൽ സാധനം ചെയ്ത ഒരു സാധനത്തിലാണെങ്കിൽ അങ്ങനെ നോർമൽ ക്യാരക്ടറായിട്ട് പോകും. അപ്പോൾ തരുൺ അതല്ല അതുപോലെ തന്നെ നമ്മുടെ ഖാലിദ് റഹ്മാൻ്റെ ഒക്കെ ചില സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. റഹ്മാൻ ഒരു 7 ടേക്കാണ്ട് കഴിഞ്ഞിട്ട് ബിജുവേട്ടൻ മറ്റേ അനുരാഗരിക്കും വെള്ളത്തിൽ ബിജുവേട്ടൻ മധുര പറഞ്ഞിട്ട് വന്ന് കാരവനിൽ വന്നിരിക്കുമ്പോൾ റഹ്മാൻ വന്നിട്ട് ഇങ്ങനെ കാരവൻ്റെ താഴെ വിജയേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടി എടുത്ത എങ്ങനെ പറഞ്ഞുള്ള. അപ്പം അത് ഭയങ്കര എന്നോട് ആ സിനിമയിൽ ഞാൻ ആകെ 4-5 സീനിലേ വരുന്നുള്ളൂ. പക്ഷെ അത് എന്താണ് വേണ്ടതെന്നുള്ളതിന് കൃത്യമായിട്ട് പറഞ്ഞു തരികയും ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇന്നതാണ് സാധനം നമുക്ക് വേണ്ടത്
കൃത്യമായിട്ടുള്ള ബ്രീഫിംഗ് തരും. ഒരു കോഴി സ്വഭാവമുള്ള മമ്മൂട്ടിയെ പോലെ സുന്ദരനാവണം. ഇങ്ങനെ നമ്മൾ ആസ് എ ആക്ടർ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഡയറക്ടറെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സുഖമുള്ള കാര്യമാണ്. അപ്പോഴാണ് നമുക്കൊരു സിനിമ ചെയ്തൊരു ഫീൽ കിട്ടുക. പണ്ട് നമ്മൾ സീരിയൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും ഓക്കെ പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു സീരിയൽ കാലത്ത്. അവർക്ക് ഡ്യൂറേഷൻ മാത്രം മതിയല്ലോ. അപ്പോൾ അങ്ങനെ ട്രെയിനിങ്ങിൽ നമ്മൾ പോയിട്ടേ നമ്മളിവിടെ വന്നിട്ടും എന്ത് ചെയ്താലും ഓക്കെ അതല്ല ചെയ്യേണ്ടത്, അതങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരുമ്പോൾ ഉണ്ടാകുന്നൊരു, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പറയാം ഗതികേടുമുണ്ട്. ഇപ്പം എൻ്റെ ഒരു പടമുണ്ട് വൂൾഫ് എന്ന് പറഞ്ഞിട്ട് അർജുൻ അശോകനും ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, നല്ല പടങ്ങളിലൊന്നാണ്. പക്ഷേ അതിപ്പോൾ കാണുമ്പോൾ എനിക്ക് അതങ്ങനെയല്ല ചെയ്യേണ്ടതായിരുന്നു എന്ന് അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് ആ സിനിമ ആകെ ഷൂട്ട് ചെയ്ത് 17 ദിവസമാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് 17 ദിവസം ഷൂട്ട് ചെയ്ത സിനിമയിൽ എൻ്റെ അത് ഇൻ്റർവെല്ലിൽ അല്ലെങ്കിൽ ഏകദേശം ആ സിനിമയുടെ പകുതിയിലാണ് എൻ്റെ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ ഒരു 10 ദിവസത്തോളം ആ സിനിമയുടെ പകുതി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അഭിനയിച്ചിട്ടുള്ളത് ആ സിനിമയിൽ 7-8 ദിവസമാണ്, അല്ലെങ്കിൽ 10-ൽ താഴെ ഉള്ള ദിവസങ്ങളിലാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനും ഷാജി എസ് എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായുള്ള ഷാജിയും കൂടി തീരുമാനിക്കുന്നത് എന്താ വെച്ചാൽ, ഒന്നുമില്ല, നീ എന്താണ് ആ സമയത്ത് ചെയ്തത് അതൊക്കെ, അല്ല നിന്നെ വർക്ക് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് അറിയാം, നമുക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യുക. അപ്പം സത്യത്തിൽ ഷാജിക്കും എനിക്കും സത്യം ഇപ്പോൾ ഓപ്പണായിട്ട് നമ്മൾ ഇതിലല്ലേ പറയണത്, അറിയാം ഇതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നത്. പക്ഷേ നമുക്കൊരു ഒരു അവസ്ഥയില്ല. എത്ര ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നൊരു നടന് കൊടുക്കുന്നതിൻ്റെ ഒരു സൂപ്പർ സ്റ്റാറുകളൊന്നുമല്ല, അതിൻ്റെ പോലും പകുതി പോലും ബഡ്ജറ്റില്ലാത്ത ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരു നടനെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടുണ്ടാവും. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, തരുൺമൂർത്തി എനിക്ക് അക്കാര്യത്തിൽ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് അയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഇർഷാദിന് പിന്നെ കിട്ടിയൊരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലത്ത് പാരലൽ സിനിമയിൽ ഏറ്റവും സ്ട്രോങ് ആയി നിന്നുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുമായുള്ള സൗഹൃദം പങ്കുവയ്ക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഡയറക്ടർ പവിത്രനായനും KR മോഹനും BTK TV ചന്ദ്രൻ പ്രിയനന്ദനൻ വരെ നിൽക്കുന്ന എല്ലാവരുമായിട്ടും വളരെ അടുത്ത സൗഹൃദമുണ്ട്. അവരുടെ ഡോക്ടർ ബിജു അവരുടെയൊക്കെ പടങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയിട്ടുണ്ട് അല്ലേ. മാത്രമല്ല അവരൊക്കെ ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൗഹൃദവും ഉണ്ട് അല്ലേ. അതും കൂടി ചേർന്നിട്ടുള്ളതാണ് നിങ്ങളുടെ സിനിമകൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയൂ. അത് ആക്ച്വലി ബോധപൂർവം ഉണ്ടാക്കിയെടുത്ത ഒരു സമാന്തര പാതയല്ല, ശരിക്കും വന്നു ചേർന്നതിലേക്ക്. അല്ലെങ്കിൽ ചന്ദ്രേട്ടൻ്റെ സിനിമയിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ പവിയേട്ടൻ്റെ സിനിമയിൽ അഭിനയിക്കുക. പ്രിയനിപ്പം ഞാൻ ആദ്യകാലം സുഹൃത്തുക്കളാണ്, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. പ്രിയനെ ആദ്യം അഭിനയിക്കാനാണ് ഇറങ്ങിയിട്ടുള്ളത്, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ ഇറങ്ങി തിരിച്ച ആൾക്കാരാണ്. ബിജു ആയാലും മോഹനേട്ടൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്, മണിലാലിൻ്റെ കൂടെ. എനിക്ക് പരിചയമുള്ള കുറേ മനുഷ്യരുണ്ട് അതിൽ. ഇതൊന്നും ഞാൻ എന്നാ പിന്നെ ഇവരെ ഒന്നും സത്യത്തിലൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. പവിത്രേട്ടൻ ആക്ച്വലി വീട് നിൽക്കുന്നത് നോക്കുകയാണെങ്കിൽ കേച്ചേരിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് കണ്ടാണശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് പവിയേട്ടൻ്റെ ജന്മനാട്. ഗുരുവായൂരിൻ്റെ അടുത്താണ് കണ്ടാണശ്ശേരിയിൽ പോകണം, കണ്ട കള്ളെല്ലാം മോന്തരം എന്നൊക്കെയാണ് പറയും. ഷാപ്പ് ഈ കള്ളിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. അപ്പോൾ പവിത്രേട്ടൻ പിന്നെ തൃശ്ശൂരിലേക്ക് ക്ഷേമ ടീച്ചറൊക്കെ ആയിട്ട് തൃശ്ശൂരിലേക്ക് താമസം മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പവിയേട്ടനിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് ഞാൻ ആലോചിക്കുകയായിരുന്നു. സത്യത്തിൽ പവിയേട്ടൻ വഴിയാണ് ചന്ദ്രേട്ടനിലേക്ക് എത്തിപ്പെട്ടത്. അത് അറിയാം. പവിയേട്ടനിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ വഴികൾ എനിക്ക് ചാൻസ് ചോദിച്ചു പോയതാണോ? അല്ല, ഞാൻ അതിന് മുമ്പ് PT-യുടെ പരിചയം ഉണ്ടായിരുന്നു. 95 എലക്ഷൻ കാലത്ത് ഈ ഇന്നൊക്കെ സോഷ്യൽ മീഡിയ ഇത്രയും ഹിറ്റായി, അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രചരണത്തിൻ്റെ ഒക്കെ കാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട് വിചാരണ എന്ന് പറഞ്ഞിട്ട് ഒരു കാസറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ പ്രചരണ കാസറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. KR മോഹനേട്ടനും
മോഹനേട്ടൻ, PT, ഒരു സ്റ്റോറി പോലെ സണ്ണി ജോസഫ് ആയിരുന്നു. അതെല്ലാ ക്യാമ്പയിനിലും കൊണ്ടുപോയി കാണിക്കുമായിരുന്നു. അതാ ഡിജിറ്റൽ രംഗത്ത് ആദ്യം പറയുകയാണെങ്കിൽ അത് CPM ആണ്, അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് അങ്ങനെ ആദ്യം ചെയ്തത്. പിന്നെ ഇപ്പോഴല്ലേ എങ്ങനെയും അതൊക്കെ. എന്നിട്ട് എന്തുകൊണ്ട് പിറകോട്ട് പോയതൊക്കെ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ കാലത്ത് PT ആയിട്ടും, അപ്പോൾ അതിൽ എൻ്റെ കൂടെ അഭിനയിച്ച ഞാനും പ്രിയനും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലഭിനയിച്ച ആൾക്കാരൊക്കെ അറിയോ? പപ്പുട്ടൻ, മാമുക്കോയ, ജോസ് പല്ലിശ്ശേരി. ഇപ്പോൾ ജോസ് പല്ലിശ്ശേരി ചായക്കടയിലാണ് മമ്മായിലെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു, അങ്ങനെ 2 പ്രാവശ്യമാണ് ഷൂട്ട് ചെയ്ത്. 2 പ്രാവശ്യം 2 തരത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ സംശയമുണ്ട്. 2 കാസറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചായക്കടയുടെ മുതലാളിയാണ് ജോസ് പല്ലിശ്ശേരി, ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള ആള്. പിന്നെ അല്ല മാമുക്കോയുടെ ചായക്കട എന്ന് തോന്നുന്നുണ്ട്. മാമുക്കോയുടെ ചായക്കട, ഇയാൾ കോൺഗ്രസ് നേതാവ്. പപ്പേട്ടൻ നാട്ടിലൊരു ഇടതുപക്ഷ സഹയാത്രികൻ. ഞാനൊക്കെ യൂത്തിൻ്റെ വലിയ നേതാവ്. ഇപ്പോൾ കുന്നോളത്തെ MLA ആയിരുന്നു, ഈ അടുത്ത് മരിച്ചുപോയി ബാബു M. പാലിശ്ശേരി. അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ, ഞാനും പ്രിയൻ, ബാബുവേട്ടൻ, ഞാനൊക്കെയാണ് എൻ്റെ അങ്ങനൊരു കാലത്തുള്ള സൗഹൃദത്തിൽ നിന്നാണ് പവിയേറ്റനിലേക്കൊക്കെ എത്തുന്നത്. അങ്ങനെയാണ് പവിയേട്ടൻ്റെ കുട്ടപ്പൻ സാക്ഷി എന്ന് പറയുന്ന സിനിമയിൽ നല്ലൊരു ലീഡിങ് വേഷം ചെയ്യുന്നത് കുട്ടപ്പൻ. അത് കഴിഞ്ഞ് പവിയേട്ടൻ വഴിയാണ് നമ്മൾ ചന്ദ്രേട്ടനിലേക്ക് പോകുന്നത്. അങ്ങനെ അപ്പോൾ അത്തരം സിനിമകളുടെ ഭാഗമാകുമ്പോൾ പിന്നെ അത്തരം സിനിമക്കാർ ഇവനെ വിളിച്ചാൽ കിട്ടും എന്നുള്ള തോന്നലിൻ്റെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കാം അങ്ങനൊരു സൗഹൃദം. പിന്നെ നമുക്കൊരു ഇഷ്ടമുള്ള ഇടം കൂടിയാണ് അതൊക്കെ, എഴുത്തും വായനയുള്ള ആൾക്കാരുടെ. അപ്പോൾ നമുക്ക് അതിലൂടെ സഞ്ചരിക്കാനൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ അതിലെത്തിപ്പെട്ടതാണ്. അപ്പോൾ പവിയേട്ടൻ പിന്നെ വീട് വെച്ചത്, പിന്നെ ടൗണിലുണ്ടായിരുന്ന വീട് വിറ്റിട്ട് പവിയേട്ടൻ തൃശ്ശൂർ നഗരത്തെ വീടിൻ്റെ അടുത്ത് ഞാൻ പവിയേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ വീട്. ഇപ്പം ഞാൻ 3rd സ്ട്രീറ്റിലും പവിയേട്ടൻ 4th സ്ട്രീറ്റിലൊക്കെയാണ്. വേണമെങ്കിൽ ഒരേ മതിലാണ് ഞങ്ങൾ. അടുക്കളയിലൂടെ പക്ഷേ ഞാൻ വീട് താമസിക്കുന്നതിന് മുമ്പ് പവിയേട്ടൻ മരിച്ചു പോയായിരുന്നു. പവിയേട്ടൻ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീട് പണി നടക്കുമ്പോഴൊക്കെ പവിയേട്ടൻ അവിടെ ഉണ്ട്. പക്ഷേ വീട് പണി കഴിയുമ്പോഴത്തേക്കും പവിയേട്ടൻ മരണപ്പെട്ടു. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും അടുക്കളയിൽ സംസാരിക്കേണ്ട 2 മനുഷ്യന്മാരായിരുന്നു. ക്ഷമാവ ടീച്ചർ മറ്റേ പത്മശ്രീ കിട്ടി, പത്മശ്രീയാണെന്ന് തോന്നുന്നത്. കിട്ടിയ സമയത്ത് പത്രക്കാർ ചോദിച്ചു ആരാണ് ആദ്യം വിളിച്ച് അറിയിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോൾ MA ബേബി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇർഷാദ് മതിലിയാടി വന്നിട്ട് പറഞ്ഞു. നമ്മൾ ഇല്ലെങ്കിൽ TV കണ്ടിരിക്കലാണല്ലോ വീട്ടിൽ പണി. അപ്പോൾ ഞാൻ മതിലിയാടിയിട്ട് ടീച്ചറേ. അപ്പോൾ അതുപോലെ മാതൃഭൂമിയിൽ അത് അങ്ങനെ വന്നു, ഇർഷാദ് മതിലിയാടി വന്നിട്ട്. ഇർഷാദിന് പിന്നെ ആ സൗഹൃദങ്ങളുണ്ടല്ലോ, ആ കാലത്ത് ഇവരൊക്കെയായിട്ടുള്ള ബന്ധം, ആ ബന്ധം ഇപ്പോഴും ഇർഷാദ് നിലനിർത്തുന്നുണ്ട്. മറ്റു പലപ്പോഴും സംഭവിക്കാറ് കൊമേഴ്ഷ്യലായിട്ടുള്ള പടങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകം ഒരു പഴയ കാലം മാത്രമാവും, ഇതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ കുറേ പേരിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അവിടെ വളരെ സ്ട്രോങ് ആണ്, അവിടെ നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ പാരലൽ സിനിമയുടെ ഇന്നിപ്പോൾ കോട്ട് പറയേണ്ടതാണ് പാരലൽ സിനിമ എന്ന്. ആ ലോകം ഇപ്പോഴും ഇർഷാദിൻ്റെയും കൂടിയാണ് അല്ലേ? ആ സൗഹൃദങ്ങളെല്ലാവരും അതെ ഓർമ്മകളുണ്ടായിരിക്കണം. അതെ, വന്ന വഴിയൊന്നും മറക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നമുക്ക് അങ്ങനെയല്ല, ഇതിപ്പം ബോധപൂർവം ആരും ചെയ്യുന്നതെന്നാവില്ല. യാത്രകളിൽ അവർക്ക് വിട്ടുപോകും. നമ്മളെ ഇപ്പം ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഞാൻ തന്നെ എത്രയോ ആളുകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. കുറേ കാലത്തിന് ശേഷം അയ്യോ ഇങ്ങനൊരു മനുഷ്യനുണ്ടായിരുന്നില്ലേന്ന്. പിന്നെ നമ്മൾ ആരെങ്കിലും ഒരു സുഹൃത്തുണ്ട് ഇന്നയാളെ അന്വേഷിച്ചിട്ടെന്ന് പറയും. ആര് ഓർമ്മകളും ചില ഓർമ്മകളിൽ നല്ല പ്രശ്നമുണ്ട്. ഉണ്ട്. കോവിഡിന് ശേഷം നമുക്ക് എല്ലാവർക്കും ആ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും നമ്മൾ അങ്ങനെ ആരെങ്കിലും അത് അങ്ങനെ മറന്നു പോകുന്നുണ്ടെങ്കിൽ അത് ബോധപൂർവ്വമൊന്നുമല്ല. ഈ യാത്രകളിൽ അങ്ങനെ കുറേ പേര് നമ്മളിൽ വന്നു ചേരും, കുറേ പേര് ഇങ്ങനെ പോവും. പിന്നെയും ചന്ദ്രേട്ടനൊക്കെ എന്ന് പറയുന്നത് ഒരച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന, എനിക്ക് അത്രയും. എത്ര പടങ്ങളിൽ അഭിനയിച്ചു ചന്ദ്രേട്ടൻ്റെ? ചന്ദ്രേട്ടൻ്റെ ഒരുപാട് സിനിമകളിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. പാടവൂര് വിലാപത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, വിലാപങ്ങൾക്കപ്പുറം അഭിനയിച്ചിട്ടുണ്ട്, ഭൂമി മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. മതിയല്ലോ, 3 പടത്തിൽ അഭിനയിച്ചില്ലേ? മോഹോരത്തിൽ എന്നെ വിളിച്ചില്ല, പണിങ്ങിയെന്നുള്ള സമയത്ത്
നമ്മുടേതായ കാരണം പോലും ആവുന്നില്ല. വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ അടുത്തൊക്കെ പഠിപ്പിച്ച് അങ്ങനെ പഠിക്കുന്ന സമയത്താണ് മോഹൻലാൽ സംഭവിച്ചത്. അതുപോലെ പീറ്റിയുടെ ഞാൻ പറയാം, പീറ്റിയുടെ ഗർഷോമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അഭിനയിക്കാത്തൊരു സിനിമ എന്ന് പറയുന്നത് പരദേശിയിൽ അഭിനയിച്ചു. പരദേശിയിൽ നല്ല വേഷമായിരുന്നു. ലാലേട്ടൻ്റെ മകനായിട്ട് ഞാൻ അഭിനയിച്ചു. പക്ഷെ വീരപുത്രനിൽ അഭിനയിച്ചില്ല. വീരപുത്രനിൽ ഞാൻ പിണങ്ങി തന്നെ പിണങ്ങി. പിന്നെ അതിൽ മറ്റേ മൻസൂറിലും അഭിനയിച്ചില്ല. അത് ഞാൻ അങ്ങനെ പരദേശിയിൽ നല്ല വേഷമായിരുന്നു, ലാലേട്ടൻ്റെ മകനായിട്ടുള്ള വേഷം. അങ്ങനെ ഒരു ഭാഗ്യമല്ല ലാലേട്ടൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ പറയണത്, നിങ്ങളെ കൂട്ടുകാരനായിട്ടും നിങ്ങളെ മകനായിട്ടും അഭിനയിക്കാൻ പറ്റി. അപ്പൊ ഇപ്പോഴും ആ സൗഹൃദങ്ങളൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്.